അപ്പോൾ 2 ദിവസം മുന്നേ ലോഡ് വന്നു, അതൊക്കെ സെറ്റാക്കി. നമ്മുടെ നാട്ടിലെ ഡ്രഡ്ജറാണ് കേട്ടോ. മുണ്ടേല കരമനയാറിൽ പണി നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന് അസംബിൾ ചെയ്ത് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. പ്രധാന അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരു പുതിയൊരു ഡ്രഡ്ജർ വന്നിട്ടുണ്ട്. അരുവിക്കര ഡാമിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ ചെളി മണലെല്ലാം മാറ്റം ചെയ്താലേ പറ്റും. തിരുവനന്തപുരം നഗരത്തിൽ ഒരിക്കലും കുടിവെള്ളക്ഷാമം ഉണ്ടാകാത്ത നിലയിൽ ഏത് കാലാവസ്ഥയിലും, മഴക്കാലത്തായിരുന്നാലും മഞ്ഞുകാലത്തായിരുന്നാലും വേനൽക്കാലത്തായിരുന്നാലും ആവശ്യത്തിനുള്ള വെള്ളം ഈ ഡാമിൽ സംഭരിച്ച് അത് ശുദ്ധീകരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിയും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ വെള്ളം കലങ്ങാതെ തന്നെ ഈ മണൽ അവിടെ ശേഖരിച്ചതിന് ശേഷം വെള്ളം 3-4 സെക്ഷനായിട്ട് വിട്ട് ഫിൽറ്റർ ചെയ്ത് ഇത് ഓൾറെഡി കുടിവെള്ളമാണല്ലോ, അത് കലങ്ങാതെ വൃത്തിഹീനമാകാതെ കൊണ്ടുപോകാനുള്ള പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കരമനയാറിൻ്റെ തീരത്താണ്. അതായത് നമ്മുടെ നെടുമങ്ങാട് വെള്ളനാടിന് ഇടയ്ക്കായിട്ടുള്ള പൂവക്കുഴി ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് നാൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കരമനയാറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ. കാരണം കരയിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇവിടെ ഒരു വലിയൊരു വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ വിശദീകരണമായിട്ടാണ് അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് റോഡ് വരുന്നത്. ഈ കാണുന്ന ഭാഗമൊക്കെ അവർ ബണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്, വലിയൊരു ബണ്ടായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് റിസർവയർ ഭാഗമാണ് അരുവിക്കര ഡാമിൻ്റെ തന്നെ. അതായത് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന പേപ്പാറ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് വെള്ളം കലങ്ങാതിരിക്കാനും ബാക്കിയുള്ള അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. മണൽ വേർതിരിക്കുന്ന ഒരു മെഷീൻ വന്നിട്ടുണ്ട്. പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരു പുതിയൊരു ഡ്രഡ്ജർ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ലോഡ് വന്നു, അതൊക്കെ സെറ്റാക്കിയിട്ട് ഇന്ന് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ആൾക്കാരൊക്കെ, നാട്ടുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡിൽ ഇടുന്നത്. മുന്നേ ഉണ്ടായിരുന്ന മെഷീൻ അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്ഡേഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാട്ടോ. ഡാമിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ തന്നെ മണലും എല്ലാം നീക്കം ചെയ്യാത്തതിൻ്റെ ഭാഗമായി സംഭരണശേഷി വളരെ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വേനൽക്കാലം, അതായത് 2017 വേനൽക്കാലത്ത് ഇവിടുത്തെ ജലം ആവശ്യത്തിന് തികയാതെ വരുന്നൊരു ഘട്ടമുണ്ടായി. ഇതിൻ്റെ സ്രോതസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ അരുവിക്കര മണ്ഡലത്തിൽ തന്നെയുള്ള പേപ്പാറ ഡാമാണ്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വന്ന് നെയ്യാർ ഡാം റിസർവെയറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് 2017 വേനൽക്കാലത്ത് ഗവൺമെൻറ് തയ്യാറായത്. അതുകൊണ്ട് തന്നെ അപ്പോഴേ ഉള്ളൊരാശയമാണ് ഇതിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അരുവിക്കര ഡാമിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ ചെളി മണലെല്ലാം മാറ്റം ചെയ്താലേ പറ്റും. അതിനുവേണ്ടി സർക്കാർ ഒരു പുതിയ പ്രോജക്റ്റ് നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ പണി ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, എല്ലാ മെഷീനറീസും വരുത്തി ഇന്ന് ഔപചാരികമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി
അരുവിക്കര ഡാമിൻ്റെ സംഭരണ ശേഷി ഇന്നുള്ളതിൻ്റെ ഇരട്ടിയിലേക്ക് വർദ്ധിക്കും. അത് തിരുവനന്തപുരം നഗരത്തിൽ ഒരിക്കലും കുടിവെള്ളക്ഷാമം ഉണ്ടാകാത്ത നിലയിൽ ഏത് കാലാവസ്ഥയിലും, മഴക്കാലത്തായിരുന്നാലും മഞ്ഞുകാലത്തായിരുന്നാലും വേനൽക്കാലത്തായിരുന്നാലും ആവശ്യത്തിനുള്ള വെള്ളം ഈ ഡാമിൽ സംഭരിച്ച് അത് ശുദ്ധീകരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിയും. അതിന് സഹായകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഡ്രഡ്ജറാണ് കേട്ടോ. മുണ്ടേല കരമനയാറിൽ പണി നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്ന് അസംബ്ലി ചെയ്ത് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കാഴ്ചയാണ്, വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇന്നായിരുന്നു ഇതിൻ്റെ ഇനാഗുറേഷൻ ചടങ്ങുകളൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് നമ്മൾ ഈ ഒരു ഡീസൽറ്റേഷൻ വർക്കിന് വേണ്ടി തന്നെ പുതിയതായിട്ട് കൊണ്ടുവന്നത് കട്ടർ സെക്ഷൻ ഡ്രഡ്ജറാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ വെള്ളം കലങ്ങാതെ തന്നെ ഈ മണൽ അവിടെ ശേഖരിച്ചതിന് ശേഷം വെള്ളം 3-4 സെക്ഷനായിട്ട് വിട്ട് ഫിൽറ്റർ ചെയ്ത് ഇത് ഓൾറെഡി കുടിവെള്ളമാണല്ലോ, അത് കലങ്ങാതെ വൃത്തിഹീനമാകാതെ കൊണ്ടുപോകാനുള്ള പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തു കഴിയുമ്പോൾ ഈ അരുവിക്കര ഡാമിൻ്റെ ആ മനോഹാരിത ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. അതായത് ഒന്നാമത് കാടും മരങ്ങളും പിടിച്ച് നടക്കുകയാണ്. അതിനെ മുഴുവൻ വൃത്തിയാക്കി ക്ലീനായിട്ട് ശുദ്ധജലം ഇതിനേക്കാളും ട്രിപ്പിൾ, അതായത് 3 ഇരട്ടിയായിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള പരിപാടികളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നല്ല രീതിയിൽ തന്നെ നടത്താനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ കമ്പനി ഡിവൈൻ ഷിപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞ ഗുജറാത്തിൽ നിന്നുള്ള കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഗവൺമെൻറ്റിന് അങ്ങോട്ട് കൊടുത്താണ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങോട്ട് തന്നല്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിന് നമ്മുടെ നാട്ടുകാർ സഹകരിക്കുന്നുണ്ട്, നല്ല സഹകരണമാണ്. അപ്പോൾ ഇത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് സമയ പരിമിതമുണ്ട്. അതിനെ മഴയും കൂടെ വരികയാണ്, അതിനു മുമ്പ് തുടങ്ങി വെക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. എന്നാലും പരമാവധി എത്രയും പെട്ടെന്ന് തീർക്കാനുള്ളത് നന്നായി ചെയ്ത് അരുവിക്കരയ്ക്കൊരു സുന്ദരമായൊരു, ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല മനോഹരമായിട്ട് ഈ അരുവിക്കരയെ മാറ്റിയെടുക്കുകയും ചെയ്യും. ചേട്ടാ, ഇന്നാണോ കറക്റ്റായിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ വർക്കുകൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തു? മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഉദ്ഘാടനം 2 മാസത്തിന് മുമ്പ് ചെയ്തെങ്കിലും
ഈ സർവേ സംബന്ധമായിട്ട് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയറായി. കാരണം ഈ കാടിനകത്തേക്ക് സർവേ ചെയ്ത് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് സ്പെഷ്യൽ മിഷനൊക്കെ കൊണ്ടുവന്നാണ് അതിനകത്തേക്ക് പോയതും സർവേ എടുത്തതും. അതിപ്പോഴാണ് അതിൻ്റെ സർവേ ഒക്കെ ക്ലിയറായി നമ്മുടെ കയ്യിൽ ലെറ്റർ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് മുതൽ ഇതുപോലുള്ള മിഷൻ ഇനിയും വരും. ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇനി മിഷൻ കൊണ്ടുവരുന്നു. നാട്ടുകാരുടെ എല്ലാം സഹകരണങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ടും ഭംഗിയായിട്ടും ചെയ്യും. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. തിരുവനന്തപുരത്തും അല്ലാതെ പുറത്ത് നടക്കുന്ന ഒരുപാട് മേളകളും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ, പിന്നെ കരവുള്ള റോഡ് പണിയുടെ കാര്യങ്ങൾ, അതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് എത്തിക്കാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ.